ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെ അക്രമം എന്തൊക്കെ ചെയ്യണു, തമാശയ്ക്കാണ് ഇതാണ് സാധ അത് കാരണം. അതുപോലെ എത്ര 1 തൊട്ട് 10 വയസ്സ് വരെ എന്താ കുഴപ്പം, ബാക്കിയുള്ള വയസ്സിൽ എന്താ കുഴപ്പം? സാധ പോലെ സംസാരിക്കുക, ആദ്യം സാധ പോലെ ഇങ്ങനെ സംസാരിച്ച് വരണം, ഇങ്ങനെ പോണേ സ്നേഹം ലവ് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് ചെയ്യും. തിരിച്ച് വെടുത്തം നിങ്ങൾ തെറ്റുണ്ട്, അതാണ് നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് സംസാരിക്കാത്തത്. ആരെ കുറിച്ച് പറയണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ തലയ്ക്ക് മെറ്റിൽ സുഖമുണ്ട് ചികിത്സ ചെയ്യും. വീട്ടിലത്തെ അനിയന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ല, എത്ര വർഷം കഴിഞ്ഞു? ഇത് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് മിണ്ടി തുടങ്ങിയെന്നാണ് പറയണത്. അപ്പോൾ മുഖത്തേക്ക് നോക്കി സംസാരിക്കാൻ അറിയില്ല ഞങ്ങൾക്ക്, സാധ പോലെ സംസാരിക്കുക. എന്നിട്ട് നമുക്ക് നോക്കാം ഭാരിച്ച കാര്യങ്ങൾ വേറെ രീതിയിൽ സംസാരിക്കണമെന്ന്. അപ്പോൾ അതറിയില്ല ഞങ്ങൾക്ക്. ഏത് മറക്കട ഏതരം പോലെ മോന്തയാണെങ്കിലും തലയ്ക്ക് വിവരമില്ലാത്തൊരു മോന്തയ്ക്ക് സംസാരിക്കാൻ അറിയില്ല. പക്ഷേ വീട്ടിൽ തനിമാരും കുമ്മുട്ടിയും ക്ലേശമൊക്കെ എന്താ ചെയ്യുക? ഒരു വിഡിത്തം പറയണം അവർ ശരിയാന്ന് വിചാരിച്ചിട്ട് ഹിജടകൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കും, സ്ത്രീകൾ പോലത്തെ ഹിജടകൾ. എന്നിട്ട് അവർക്ക് തന്നെ ബോധമില്ല, അവർ തൊലയാൻ പോകണം ഈ വേസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് നോക്കുമ്പോൾ ഒരു ജീവിതം അല്ലാത്തൊരു ജീവിതം. എന്ത് ജീവിതം എന്ന് പറയാൻ പറ്റുമോ തന്നെ? ഈ വിഡ്ഢികളെ സപ്പോർട്ട് ചെയ്തിട്ട് വിഡ്ഢിത്തായിട്ട് പുഴുത്ത് നാറി ചാവണത് ഹിന്ദുസ് മുസ്ലിംസ് റോമൻ കത്തലിക്സ് തന്നെ. അല്ലാണ്ട് മുസ്ലിംസും റോമൻ കത്തലിക്സും ഹിന്ദുസ് പറയൂ. മുസ്ലിംസ് വിചാരിക്കുന്നത് റോമൻ കത്തലിക് ശരിയാണെന്ന് വെച്ചാൽ അവർ ബൈബിൾ വായിക്കില്ല, ഖുറാനും വൃത്തികേടും മുസ്ലിമും പറഞ്ഞ് നടക്കണവർ, കുട്ട്കാഴ്ച നടക്കണവർ ഇതൊന്നും പറയില്ല. അവർ മനസ്സിലാക്കാൻ പഠിക്കും. അവർക്ക് വീട്ടിൽ അനിയന്മാരായിട്ട് ജനിച്ചവരാ, പേര് മാറ്റി ഇതിനൊക്കെ ട്രാൻസ്ജെൻഡർ കക്കോൾഡിനെ ആരാധിച്ചിട്ട് ലവ് സ്നേഹിക്കാം, പങ്കുവയ്ക്കാം, പക്ഷെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല, ശോഷിച്ച വാക്കുകൾ വയ്ക്കേണ്ട കാര്യമില്ല, അവരെ ആരാധിക്കാൻ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ ജീവനില്ലാത്ത ജനറ്റിക് ഡിസോർഡർ ഉള്ളവരെയും കക്കോൾഡ് എല്ലാത്തിനും ആരാധിച്ചിട്ട്, മൃഗങ്ങളൊക്കെ ആരാധിച്ചിട്ട് ഒരു പേരും ബർത്ത് റേറ്റ് മാറ്റി ഇത് ഇങ്ങനെയുള്ളവരാണ് പറയിപ്പിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പറയിപ്പിച്ച് പറഞ്ഞ അർത്ഥം ഉണ്ടാവുമോ? ഇത് പറയിപ്പിച്ച് മാത്രം എന്തെങ്കിലും തള്ളി കൊടുത്താൽ അവർക്ക് അറിയുള്ളൂ. അതാണ് വിഡ്ഢികൾ. മുഖത്തേക്ക് സംസാരിക്കാൻ അറിയില്ല. എന്നെ അങ്ങനെ വിളിക്കുന്നു തോന്നിയിട്ടില്ല. എന്താ വെച്ചാൽ കുടിച്ചിട്ടൊക്കെ അടിച്ച് നടക്കണല്ലോ, ഞങ്ങൾ കുടിച്ചിട്ടൊക്കെ അടിച്ച് നടക്കണു. അപ്പോൾ അങ്ങനെയുള്ളവർ വീട്ടിൽ തനിയന്മാർ ചുക്കാണെങ്കിൽ പൊക്കമാണെങ്കിൽ ഏത് കുമ്മുട്ടി ഫേക്ക് പേരുള്ളവരാണെങ്കിലും വീട്ടിൽ 25 വയസ്സ് കല്യാണം കഴിച്ച് കുട്ടികളുണ്ടാവുന്നത് വേറെ രീതിയിൽ നമ്മൾ സ്പിരിച്വൽ വൈഫിനെ കാണുന്നത്. അത് ക്രിസ്ത്യാനിറ്റി ഒരു ബന്ധമുള്ളതാണ് കിടക്കണേ. അവിടെ ഹിന്ദുസ് മുസ്ലിംസ് റോമൻ കാത്തലിക്സ് അല്ല. അവർ കുടിച്ചൊരു കുരുട്ട് മോന്തയാണ്, എലി മോന്ത. അവർ പണ്ട് 12 വയസ്സോട് ചിന്താഭാരമുള്ളവർ കുറേ അവർ മുഖത്തേക്ക് വൃത്തിയോടെ പറയാൻ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കാനുള്ളവരും കൂട്ട് കഴിച്ച് നടക്കാനും 40-50 വർഷം തീർന്നുണ്ടാവും. അവരുടെ മുഖത്ത് നോക്കി വൃത്തിയോടെ പറയാനും ഇങ്ങനെ ജീവിതം വെറുക്കണവരും ജീവിതം മടുപ്പ് തോന്നുന്നവരൊക്കെ പലരുണ്ടാവും. ജീവിതത്തോട് വെറുപ്പുള്ളവർ, ജീവനോട് ദൈവത്തെ അപമാനിക്കണവർ പലരുണ്ടാവും. ചോദിക്കാൻ തോന്നിയില്ല എന്നുവെച്ചാൽ അവരുടെ തെറ്റുണ്ട്. ആ തെറ്റ് കാരണം അവർക്ക് മുഖത്തേക്ക് സംസാരിക്കാൻ അറിയില്ല. വെഡിത്തം ഒഴിഞ്ഞ് കിടക്കും. യഹോവ തന്നെയാണ് പറയണത്. യഹോവ തന്നെ പറയണത് പഴയ നിയമത്തിന് മാത്രമല്ല, പഴയ നിയമത്തിൻ്റെ പാതിരികളുടെ ആവശ്യമില്ല നിന്ന് ചെയ്യേണ്ടതെന്ന് പറയണേ. പിന്നെ ഇങ്ങനെ റോമൻ കത്തലിക്സ് പഴയ നിയമം പോയി എന്ന് പറയേണ്ട കാര്യം? നിന്ന് സാധാ ജോലി പോലെ ചെയ്യരുത്, നക്കപ്പിച്ച സാലറിക്ക് ചെയ്യരുത്, വില ഇല്ലാണ്ടാക്കാതെ വില കൊടുത്ത് തീർന്നു കഴിഞ്ഞു. ഇത് നക്കപ്പിച്ച സാലറിക്ക് ഓർമ്മിക്കാൻ ചെയ്യാൻ സാധാ ജോലി നിന്ന് ചെയ്യേണ്ട. പങ്കുവയ്ക്കുക, സ്നേഹിക്കുക, സതുപദേശത്തിന് പകരം സ്ട്രോങ് വചനം പകരം സ്നേഹിക്കുക, ഭക്ഷണം വിതരണം ചെയ്യുക, ആൽക്കഹോൾ ഇല്ലാത്ത പാനീയങ്ങൾ വിതരണം ചെയ്യുക, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട് ശോഷിച്ച വാക്കുകൾ പറയാണ്ട്. ഇവർ ശോഷിച്ച വാക്കുകൾ പറഞ്ഞ് നക്കപ്പിച്ച സാലറിക്ക് സാധാ ജോലി പോലെ എന്തോ മെറ്റീരിയൽസ് ജോലി ചെയ്യണം വെറുതെ ചെയ്തുകൊണ്ടിരിക്കുക, വെറുതേക്ക് വേണ്ടി. അത് ചെയ്യരുത്, വിലയിലുണ്ടാക്കി. അതും ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ ആരാധിക്കരുത് യഹോവ തന്നെ പറയണേ. പുതിയ നിയമം പോയിട്ടൊന്നുമില്ല. അതല്ല, അവരെ തേവിടിച്ചേർത്ത് തുല്യ ജീവനുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, നശ്വരമായതിനെ ആരാധിക്കരുത് പുതിയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട്. എല്ലാം വെടുത്ത റിപ്പീറ്റ് ചെയ്ത് ഞങ്ങൾ ചെയ്തിട്ട് കാര്യമുണ്ട്. എന്നിട്ട് സ്വയം മരുന്ന് കൂട്ടി വാങ്ങി ഇതാണ് ഞങ്ങളുടെ പെരുമാറ്റം. എത്ര വിപരീതം ഞങ്ങൾ തെറ്റാണ് മനസ്സിലാക്കിയാലും ശരി കേട്ടോ, ഞങ്ങൾ ഈ വിപരീതം റിപ്പീറ്റ് ചെയ്ത് നടക്കും. ഇതാണ് ഞങ്ങൾ പെരുമാറ്റം എന്ന് പറയാം. മരുന്ന് കൂട്ടി വാങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ പെരുമാറ്റം ഞാൻ ചോദിക്കണം. എന്നോട് ചോദിപ്പിക്കേണ്ട കാര്യം എന്താണ്? യഹോവയുടെ അടുത്ത് കളിക്കാൻ നിന്നാൽ നിങ്ങൾ ശരിക്കും കിട്ടേണ്ട നേരത്ത് കിട്ടില്ല. എല്ലാത്തിനും വീട്ടിലത്തെ അനിയന്മാർ ശരിക്കുള്ള കാര്യമുള്ളത് ഞാൻ പറയും, ചെയ്യാത്ത കാര്യം പറയും. അപ്പോൾ ചെയ്യില്ലാന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ക്ലീശകളും കുട്ട്കഴിച്ച് നടക്കാൻ തിടുക്കുള്ളവരും വൃത്തികേട് ചെയ്യാൻ എല്ലാത്തിനും പോണ വൃത്തികേട്ട ഒരു ജീവിതം വെറുത്ത് നടക്കണവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇനിയും കിട്ടാൻ കിടക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ജീവിതം വെറുത്ത് നടക്കണവർ, ശോഷിച്ച് തിടുക്കം കുട്ട്കഴിക്കാൻ യേശുവിടെ മാതൃക ചെലുത്തണുള്ളവർ, ബാപ്റ്റിസ ഒന്നും വെറുതെ പേരിന് വേണ്ടി ഒരു കാട്ടിക്കൂട്ടൽ, സൂപ്പർഫിഷ്യൽ കാര്യങ്ങൾ, ഉള്ള കാര്യം തുറന്ന് സംസാരിക്കാൻ അറിയില്ല. എന്നിട്ട് ചാവും, മരുന്ന് കൂട്ടി ചാവും. എന്നിട്ട് അരുന്ന് പുഴുത്ത് നാറി ചത്ത പേരിന് കാണിച്ചതൊക്കെ പോവും. വെഡിത്തം ഒഴിഞ്ഞ് നടക്കുന്നതല്ല കാര്യം. പിന്നെ നിങ്ങളുടെ തന്നെ ശോഷിച്ച അവസ്ഥ, ശോഷിച്ച അവസ്ഥ നിങ്ങളുടെ ശോഷിച്ച നാവുകൊണ്ട് കാണിച്ച് നിങ്ങളുടെ തന്നെ പറഞ്ഞിരിക്കാൻ, നിങ്ങളുടെ തന്നെ ശോഷിച്ച അവസ്ഥ പുറത്ത് കാണിച്ചിട്ട് എന്താ കാര്യം? നിങ്ങളുടെ ശോഷിച്ച നാവ് വിലയുള്ള സംസാരം വരേണ്ടത്. അത് ശോഷിച്ച നാവെന്ന് പറയാൻ പാടില്ല തന്നെ. അപ്പോൾ നിങ്ങളുടെ വിലയില്ലാത്ത വിഡിത്തം എന്താ കാര്യം? ധൈര്യമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ധൈര്യമായിട്ട് വിഡിത്തം എന്താ മനസ്സിലാക്കിയിട്ട് വിപരീതം ചെയ്ത് ശരിയല്ല മനസ്സിലാക്കി അത് മാറി ധൈര്യമായിട്ട് ചരിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് വെഡിത്തം മുറുകെ പിടിച്ച് അരുന്ന് കൂട്ടി വാങ്ങും, പുഴുത്ത് നാറി ചാവും. എന്താ കാര്യം നിങ്ങൾക്ക്?
അത് മനസ്സിലാക്കുക. ഏതെങ്കിലും വീട്ടിൽ പെണ്ണുങ്ങളാണ് ഇങ്ങനെ കുടിച്ച് നടക്കണ കുറേ പേര് ഇപ്പം ഉണ്ട്, കൂടുതലാണ്. ഇപ്പോൾ പെണ്ണുങ്ങളും 10,000-ത്തോളം ഡിസ്ട്രിക്റ്റിലുണ്ടാവും. ആണുങ്ങൾ വിജിലൽ ട്രാൻസ്ജെൻഡേഴ്സ് ആരെങ്കിലും ഇത് പറയോ? പെണ്ണന്മാരും കുടിച്ച് നടക്കണ വീടുകളും ഹിന്ദി കുട്ക കാണ്ടുകളോ മലയാളി മുണ്ടന്മാരോ കോഴിക്കോടുള്ളവർ ആരെങ്കിലും ഇത് പറയോ? ഇല്ല. അവർ ഈ വെഡ്ഡി കുഴഞ്ഞ് കിഴക്കിറങ്ങിയിരിക്കുകയാണ്. കന്നഡ ഗാണ്ടുകളും എല്ലാം അതാണ് ഉറച്ച് നിൽക്കടി കുണ്ടനായ, എന്തെങ്കിലും ഉറച്ച് നിൽക്കടി കുണ്ടനായരെ അല്ലെങ്കിൽ ഗാണ്ടടിച്ച് പൊട്ടിക്കുന്നു പറയണേ. ഉള്ള കാര്യം മര്യാദയ്ക്ക് പറയുമ്പോൾ സംസാരിക്കാനുള്ളത് കാണിക്കും. അത് ഇത് വിവരമുള്ള സംസാരം എങ്ങനെ വരണമെന്ന് നോക്ക്. അതുകൊണ്ട് ഈ വക വെടിക്ക് ധൈര്യം ഇല്ലാത്തവരിത് പറയുമോ? മനസ്സിലാക്കാൻ ശ്രമിക്കുക.